ബ്ലോക്ക് പഞ്ചായത്തിലും ഒരു ഭാരവാഹി കൂടി ഇവിടെ ഉണ്ടല്ലോ. നമസ്കാരം, എന്താ പേര്? മാധവ് മണിയറ. ഓക്കെ, ഏത് പാർട്ടിയാണ്? CPM ആണ്. എങ്ങനെയാണ് മണ്ഡലത്തിലെ പൊതുവെ കാര്യങ്ങളൊക്കെ പോക്ക്? പൊതുവെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സ്ഥിതിയാണ്. പാനൂര് ബോംബ് പൊട്ടിയതൊക്കെ ഇവിടെ പ്രശ്നം അതൊന്നും ഇവിടെ ബാധിക്കില്ല. അവിടെ ബാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ട്. ബ്ലോക്ക് ഒക്കെ എങ്ങനെ പോകുന്നു? ബ്ലോക്ക് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി 50 ലക്ഷം അവാർഡ് കഴിഞ്ഞ ഫെബ്രുവരി മാസം 19-ാം തീയതി. എന്താണ് നിങ്ങൾ പ്രയോഗിച്ച തന്ത്രം? നമ്മൾ നവീനമായിട്ടുള്ള ഒരുപാട് പദ്ധതികൾ. കഴിഞ്ഞ 5 വർഷം ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അന്നും ഏറ്റവും മികച്ച പഞ്ചായത്തായി 5 വർഷം തുടർച്ചയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 3 വർഷം ബ്ലോക്കും സംസ്ഥാനത്ത് ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി ഈ കഴിഞ്ഞ മാസം. ഓക്കെ, അപ്പം അതിനുള്ള പ്രത്യേക അഭിനന്ദനങ്ങൾ. അപ്പോൾ ഉഷാറാവട്ടെ കാര്യങ്ങൾ. നല്ല ചൂടുണ്ട്. അപ്പോൾ ആ ചൂടത്തിന് ഇപ്പോൾ നമ്മൾ ഈ ബ്രേക്കിംഗ് അവേഴ്സുമായിട്ട് MP നികേഷ് കുമാർ ചേരും കൊച്ചിയിൽ നിന്നും. അപ്പോൾ നമ്മൾ നീലേശ്വരത്തു നിന്നാണ്. നമസ്കാരം ചേട്ടാ, സുഖം. എങ്ങോട്ട് പോകണു? പരിപാടി കാണാൻ വന്നത്. പരിപാടി കാണാൻ വന്നതാണ്. സാധ്യതയുണ്ട്. ഒരിക്കലും ഉണ്ണിത്താൻ ഇപ്രാവശ്യം ജയിക്കില്ല. കാരണം അവിടെ ആ കെട്ടിടം കാണുന്നുണ്ടല്ലോ, അത് നീലീശ്വരത്തെ ഗ്യാസ് ഏജൻസിയാണ്. അത് മലയോരത്തെ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള അഡ്വക്കേറ്റ് KK നാരായണൻ കഴിഞ്ഞ 1 മാസം മുമ്പ് വരെ അയാൾ DCCയുടെ സെക്രട്ടറി ആയിരുന്നു. ഇന്ന് അദ്ദേഹം മറുകണ്ഠം ചാടി. അതുപോലെ തന്നെ ഇന്ന് KPCCയുടെ അംഗമായി ഗ്യാസ് ഊറ്റി മാറ്റി വെക്കുന്ന പോലെ. അപ്പൊ കോൺഗ്രസിന് ഒരു രക്ഷയില്ല. അങ്ങനെയാണോ? അപ്പൊ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചൂട് വളരെ വലിയ ചൂടാണ്. മീനച്ചൂടിനെ വെല്ലുന്ന രാഷ്ട്രീയ ചൂടുമായാണ് കാസർഗോഡ് മണ്ഡലം രാഷ്ട്രീയമായി തിളയ്ക്കുന്നത്. അപ്പോൾ